അമേരിക്ക ഇപ്പം വന്ന് യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയത്തുമില്ല. അമേരിക്കയെ കൊണ്ട് അത് ഇറാൻ ചെയ്യിപ്പിക്കത്തുമില്ല. യഥാർത്ഥത്തിൽ ട്രംപിന് ശരിക്കും വട്ടുപിടിച്ചൊരു അവസ്ഥയാണ്. എന്താണ് ആള് പറയുന്നത്? രാവിലെ വന്ന് ഒന്ന് പറയുന്നു, അത് മാറ്റി പറയുന്നു. അമേരിക്കയുടെ ഒരു പരാജയം തന്നെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ഏറ്റവും ശക്തമായ സൈന്യം ഞങ്ങൾക്കാണ്, സൂപ്പർ പവറാണ് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക ഇപ്പൊ തകർന്ന് തരിപ്പണായിരിക്കണല്ലോ. അമേരിക്ക സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുകയാണ്, അല്ലാതെ അതുകൊണ്ട് ഇസ്രായേലിന് വലിയ ഗുണമൊന്നുമില്ല. രേഷ്മ, അമേരിക്ക ഇറാൻ യുദ്ധം മാസങ്ങൾ ആയി നീണ്ടു നിൽക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇറാന് അമേരിക്കയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വലിയ രീതിയിലൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ആയിരുന്നു, നിലപാടുകളായിരുന്നു പലരുടെയും. പക്ഷെ ഇപ്പൊ ചിത്രം വ്യത്യസ്തമാണ്. ഇപ്പൊ ചിത്രം മറ്റൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് അമേരിക്ക ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് അമേരിക്കയ്ക്ക് മനസ്സിലായി ഇറാനോട് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ പറ്റില്ല എന്നുള്ളത്, അവർക്കത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിക്ക് അവരിങ്ങനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം ഉണ്ടായിരുന്ന ഭാഷയല്ല ട്രംപിന്റെ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ കുറച്ചുകൂടെ വിനയപൂർവ്വമായി ചർച്ചകൾ നടത്താം, കുറച്ചുകൂടി സമാധാനത്തിലേക്ക് പോകാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പൊ ട്രംപ് പറയുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ഇറാന്റെ കിട്ടി ബോധിച്ച ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി എന്തായിരിക്കും ഇറാനും ട്രംപും അമേരിക്കയൊക്കെയുള്ള രീതിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് ഒന്നുമില്ല. അമേരിക്ക തോറ്റു. അമേരിക്ക വലിയ പരാജയം, വൻ പരാജയം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു നാണക്കേട് അമേരിക്കയ്ക്ക് ഉണ്ടായി. വീമ്പിളക്കിയതെല്ലാം പാടെ പോയി. ഇതില് ഇറാൻ ഒരു വലിയ മേൽക്കൈ വന്നു. ഇറാൻ വലിയൊരു ശക്തിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ ഒരു യുദ്ധമായിട്ട് ഇതിനെ കണക്കാക്കാം. കാരണം ഇറാന്റെ പ്രതിരോധ ശേഷി, ഇറാന്റെ പവർ ഇത്രത്തോളം ഉണ്ടെന്ന് ആർക്കും അത്ര അറിയില്ല. അത് ലോകം മൊത്തത്തിൽ കണ്ടു, ഇറാന്റെ പ്രതിരോധ ശേഷിയെന്ന്. അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ തോറ്റു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയേണ്ടത്. പിന്നെ അമേരിക്ക തൊടുത്തു വെച്ച് അതായത് ഈ യുദ്ധങ്ങൾ നടത്തുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഷ, അല്ലെങ്കിൽ ഇപ്പൊ വിനയപൂർവ്വം ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറയുന്നത് ട്രംപിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ട്രംപ് നടത്തുന്ന ഒരു കളികൾ മാത്രമാണ്. അതല്ലാതെ ട്രംപിന് തോറ്റു എന്ന് സമ്മതിക്കാൻ ഭയങ്കര പാടാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോകശക്തി എന്നുള്ള ഒരു പട്ടം അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിലാണ് ദശാബ്ദങ്ങളായിട്ട് അവർ കൊണ്ടു നടന്ന ആ ഒരു പട്ടം വീഴുന്നത്. ഒരു തിരശീല വീഴുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇറാന്റെ തിരിച്ചടിയിൽ അവർ വീഴുന്നത്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയുടെ ധാർഷ്ട്യം, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഷാ ശൈലി, അല്ലെങ്കിൽ അവർ തൊടുത്തു വിട്ടുന്ന ഓരോ ആക്രമണങ്ങളും ഒക്കെ ഇച്ചിരി വീര്യം കൂടിയതായിരുന്നു. പക്ഷെ യുദ്ധം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതായത് തുടക്കം ഭയങ്കര അതിഗംഭീരമായിട്ട് ട്രംപ് കൊണ്ടുവന്ന് അവസാനം വാലും ചുരുട്ടി ഓടുന്ന ഒരവസ്ഥയാണ്. ബംഗറിനുള്ളിൽ പോയി ഓടിക്കുന്നു. മരണഭയത്താണ് സ്വന്തം മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്തിനേറെ പറയുന്നു, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഉള്ളില് ഭയമാണ്. ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്നുള്ളൊരു ഭയം ട്രംപിനുണ്ട്. മാത്രമല്ല സൈനികരെ കൊണ്ട് അവിടെ നശിപ്പിക്കുക അല്ലാതെ ട്രംപിന് ഒരു ഉപയോഗം ഉണ്ടാകുന്നില്ല. ട്രംപ് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇതെല്ലാം നടക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ ഈ സൈനികർക്കും ഈ പറയുന്ന അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയേറെ പ്രതിരോധ ശേഷി ഇറാനുണ്ട്. ഇറാന്റെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖാംനി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ്, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകൾ തന്നെയാണ് ഇന്ന് ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ നിലപാടുകളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് അനാവശ്യമായിട്ടൊരു ആക്രമണം നടത്തുകയാണ്, നിങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇറാനെ പിടിച്ചെടുക്കാനും അവരുടെ പരമാധികാരം കൈക്കലാക്കാനും വേണ്ടിയിട്ടും അമേരിക്ക ശ്രമിക്കുകയാണ്, ഇസ്രായേലിനെ കൂട്ടുകെട്ടിക്കൊണ്ട്. അവിടെ കൂട്ടുകെട്ടി നടത്തി ഈ ഒരു ആക്രമണം തുടർന്ന് അവിടുത്തെ സ്കൂളിലെ കുട്ടികൾ ആദ്യം കൊല്ലപ്പെടുന്നു, അവിടുത്തെ പരമോന്നത നേതാവും മറ്റു നേതാക്കളും കൊല്ലപ്പെടുന്നു. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഇപ്പം അമേരിക്കയ്ക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അയത്തുള്ള അലി ഖാംനി കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, ഈ സ്കൂളിലെ കുട്ടികൾ മരിച്ച സമയത്ത് പറഞ്ഞായിരുന്നു, ഇങ്ങോട്ട് ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങൾ ആക്രമിക്കും, ഈ യുദ്ധം ഇങ്ങനെ അമേരിക്ക കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് അമേരിക്ക ഇപ്പം വന്ന് യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയത്തുമില്ല. അമേരിക്കയെ കൊണ്ട് അത് ഇറാൻ ചെയ്യിപ്പിക്കത്തുമില്ല എന്നൊരവസ്ഥയിലേക്ക് മാറി. മാത്രമല്ല ഇറാന്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുജ്തബ ഖമീനി വരുന്നു, അയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതിനു ശേഷം അവിടുത്തെ പരമാധികാരം ഏൽക്കാൻ വേണ്ടിയിട്ട് മൂത്ത മകൻ മുജ്തബ ഖമീനി വരുന്നു. ഈ മുജ്തബ ഖമീനി അധികാരം ഏറ്റതിനു ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള യുദ്ധത്തിന്റെ ഘട്ടങ്ങൾ തന്നെ മാറി.
അതായത് ആദ്യഘട്ടത്തില് അത്ര വലിയ രീതിയിലുള്ള മിസൈലുകളോ പ്രതിരോധങ്ങളോ ഒന്നും തന്നെ ഇവർ നടത്തിയില്ല. US താവളങ്ങൾക്ക് നേരെ അധികം അങ്ങോട്ടൊന്നും ആക്രമണമൊന്നും നടത്തിയില്ല. രണ്ടാമത് മുജ്തബ ഖമേനി വന്നതിന് ശേഷം ഗൾഫ് മേഖല മൊത്തത്തിൽ അശാന്തിയിലായി. ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ലോകം മൊത്തത്തിൽ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, നമുക്കൊക്കെ ഗ്യാസ് കിട്ടാതിരുന്ന ഒരു അവസ്ഥയാണ്. അത്ര ഒരു ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ യുദ്ധത്തെ ഇറാന് കൊണ്ടുപോകാൻ കഴിയും. ഈ ഇത്രയും പ്രതിസന്ധി അനുഭവിക്കുന്നതിന് പിന്നിൽ ശരിക്കും ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇറാൻ അല്ല ചെയ്തു വെക്കുന്നത്. ഇന്ന് ഈ വിലക്കയറ്റത്തിനും അല്ലെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങൾക്കും ഗൾഫ് മേഖലകളിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വരുന്ന പ്രവാസികളടക്കമുള്ളവർക്ക് ഈ യുദ്ധം ആര് വരുത്തി വെച്ചതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവുള്ളൂ, അത് അമേരിക്കയാണ്. ഇപ്പോ ഹോർമൂസ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു സ്ഥലം എന്ന് പറയുന്നത്. ആ ഹോർമൂസ് പിടിച്ചെടുക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. ആദ്യം മുതലേ നമുക്കതറിയാം. അതിലൂടെ അവരുടെ സാമ്പത്തിക ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു പ്രോഫിറ്റ് ലക്ഷ്യമിട്ടാണല്ലോ ഈ യുദ്ധമൊക്കെ. അപ്പോൾ ഇപ്പോ ഹോർമൂസ് ഈ അടുത്ത് ട്രംപ് പറയുകയുണ്ടായി, അത് ഞങ്ങൾ പിടിച്ചെടുത്തു, ആ ഭൂപടത്തില് ഹോർമൂസ് എന്നുള്ള സ്ഥലം, ആ ഒരു കടലിടുക്ക് അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ ട്രംപിന് ശരിക്കും വട്ട് പിടിച്ചൊരു അവസ്ഥയാണ്. എന്താണ് ആള് പറയുന്നത് എന്നുള്ള, രാവിലെ വന്നൊന്ന് പറയുന്നു, അത് മാറ്റി പറയുന്നു, അങ്ങനെ രീതിയിൽ പിന്നെ ഹോർമൂസ് സ്വന്തമാക്കി എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയെങ്കിൽ ഇപ്പോഴും ഇറാൻ അതിന് നിഷേധിക്കുകയാണ്. ഇറാൻ പറയുന്നുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള കപ്പലുകൾ ഇവരുടെ അനുമതി ഇല്ലാതെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ആക്രമിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഹോർമൂസ് ആരുടെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ. പക്ഷെ അമേരിക്കയിൽ ഈ ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഞങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ. എന്ത് വസ്തുതയാണ് അതിലുള്ളത്? ഇതിലൊരു വസ്തുതയില്ല. ട്രംപിന് തോന്നുന്ന സമയത്ത് തോന്നുന്നത് പറയുന്നു എന്നുള്ളത് മാത്രമല്ല. ഇതിനു മുമ്പ് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ജൂണിലാണെന്ന് തോന്നുന്നു, ട്രംപ് പറഞ്ഞു ഈ ഹോർമൂസിന്റെ പേര് മാറ്റുകയാണ്, ട്രംപ് കടലിടുക്ക് എന്ന് വരികയാണെന്ന് പറഞ്ഞു. അത് ഒരിക്കലും നടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം പിറ്റേ ദിവസവും അതുവഴി കപ്പലുകൾ പോകാൻ ഇറാൻ അനുവദിച്ചില്ല. ഇപ്പോഴും നിലവിൽ ഇപ്പോഴും ആയിരക്കണക്കിന് കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇറാന്റെ അനുമതി ഉണ്ടെങ്കിൽ അതിനെല്ലാം സുഖമായിട്ട് പോകാം. അപ്പോൾ അതിന്റെ മേൽക്കൈ ശരിക്കും ഇറാൻ തന്നെയാണ്. പിന്നെ ട്രംപിന് ട്രൂത്ത് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ അവരുടെ മാധ്യമങ്ങൾ വഴിയും പല രീതിയിൽ വന്നിട്ട് ഇങ്ങനെ പൊള്ളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം യുദ്ധം പരാജയപ്പെട്ടു, സൈനികർ പരാജയപ്പെട്ടു, അവിടുത്തെ സാമ്പത്തിക ശേഷി വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒന്നും തന്നെ പറഞ്ഞു വന്ന അവര് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും, അതായത് ഇറാനെ പിടിച്ചെടുക്കും, അത് ഞങ്ങളുടെ വരുതിക്കാക്കും, ഹോർമൂസ് ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ അത് നടത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രംപ് ഗൾഫ് മേഖലകളോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് കപ്പൽ അതുവഴി ഇറക്കിക്കോ, ഞാൻ നിങ്ങൾക്ക് സുരക്ഷ ഒരുക്കാം എന്ന് പറഞ്ഞു. UAE കപ്പലുകൾ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടു. സൗദി വളഞ്ഞിട്ട് ഹൂത്തികൾ ഉൾപ്പെടെ ആക്രമിക്കാൻ തുടങ്ങി, ഇറാന്റെ സഖ്യ തീർച്ചയായിട്ടുള്ള. അപ്പൊ അങ്ങനെ ഗൾഫ് മേഖലയിൽ പോലും സുരക്ഷ ഒരുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. എന്തിനേറെ പറയുന്നത്, ഗൾഫ് മേഖലയിൽ സുരക്ഷ ഒരുക്കണ്ട, അവരുടെ കപ്പലൊക്കെ പോകണ്ട, നിർത്തിയെന്ന് വെച്ചോ. ഈ പറയുന്ന ഗൾഫില് US സൈനിക താവളങ്ങൾക്ക് നേരെ വലിയ മിസൈൽ വരുമ്പോൾ അത് പ്രതിരോധിക്കാൻ ഈ പറയുന്ന US സൈനികർക്ക് കഴിയുന്നില്ല. അവിടെ പ്രതിരോധിക്കുന്ന ആരാണ്? അവിടുത്തെ മന്ത്രാലയം. ഇപ്പൊ കുവൈറ്റ് ആണെങ്കിൽ കുവൈറ്റ് മന്ത്രാലയം, സൗദി ആണെങ്കിൽ അവരുടെ സൈനികരാണ് ഇതിനെ പ്രതിരോധിക്കുന്നതും ഇതിനെതിരെ വരുന്നതും. അവിടെ പോലും US ഈ ഇറാൻ തൊടുത്തു വിടുന്ന ഓരോ ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിരോധങ്ങൾ ഒന്നും തന്നെ നിർത്താനോ അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ മാറ്റാനോ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അപ്പോ അമേരിക്കയുടെ ഒരു പരാജയം തന്നെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. അമേരിക്ക എപ്പോഴും വിചാരിച്ച ഒരു കാര്യമുണ്ട്, യുദ്ധം തുടങ്ങുന്ന സമയത്ത് വലിയ കോൺഫിഡൻസ് ആണ് ട്രംപിനും നെതന്യാഹുവിനെ ചതിക്കുകയാണ് ട്രംപ് ചെയ്തത് സത്യത്തില്. അതായത് നെതന്യാഹുവിന് സുരക്ഷ ഒരുക്കാം. നെതന്യാഹുവിന് ഈ പശ്ചിമേഷ്യയില് ഇറാൻ വളർന്നു വന്നു കഴിഞ്ഞാൽ വലിയ ഭീഷണിയാണ്. കാരണം ഈ നെതന്യാഹുവിനോടും ഇസ്രായേലിനോടും അധികം സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് ഗൾഫിലെ രാജ്യങ്ങളുണ്ട്. കുറച്ച് നല്ലയേറെ കുറെ പേരും ഈ പലസ്തീൻ വിഷയം കാരണം അത്ര നല്ല സുഖത്തിലല്ല പോകുന്നത്. ഈ സൗദി ഉൾപ്പെടെ UAE ഒന്നും അങ്ങനെ ഇസ്രായേലിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അത്ര അനുകൂലിക്കുന്ന ആൾക്കാരല്ല. കാരണം പലസ്തീനില് കുഞ്ഞുങ്ങളെയും ഒരുപാട് പേരെയാണ് കൊന്നൊടുക്കിയത്. ഇപ്പോഴും നിയമം ലംഘിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ ആ ഒരു അതിക്രമം നടത്തുന്നുണ്ട്. അപ്പം ഇസ്രായേലിന്റെ ആ ഒരു കാര്യത്തോട് ഈ പറയുന്ന ഗൾഫിലെ രാജ്യങ്ങളൊന്നും തന്നെ പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്കയെ സ്വാധീനിക്കുന്ന പോലെ തന്നെ ഈ ഇസ്രായേലിനെ ഇവരാരും അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുകയും ചെയ്യുന്നില്ല, ഈ ഇസ്രായേലിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ യുദ്ധത്തെ ഇവർ വേർതിരിച്ച കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇവർക്ക് അമേരിക്ക മാത്രം നോക്കിയാൽ മതി. പക്ഷെ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞത്, ഈ പറയുന്ന ഗൾഫ് രാജ്യം നിനക്ക് എതിരെ വരത്തില്ല,
അല്ലെങ്കിൽ ഇറാൻ നിനക്ക് വരത്തില്ല, ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയാലും ഞങ്ങൾ ഇസ്രായേലിനെ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഈ ഒരു യുദ്ധത്തെ കൊണ്ടുപോകുന്നത്. പകുതി എത്തിയപ്പോഴാണ് ട്രംപിന് ഈ കാര്യം വളച്ചൊടിക്കുകയാണെന്നും അത് അവർക്ക് ലാഭമാണെന്നും ഇസ്രായേൽ മനസ്സിലാക്കിയത്. അങ്ങനെ ട്രംപും നെതന്യാഹുവും തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ഒരു യുദ്ധത്തില്, ഇറാൻ യുദ്ധത്തില് ഇസ്രായേലിന് യാതൊരു പങ്കുമില്ല. ഒന്നാമത്തെ കാര്യം പേടിച്ചിരിക്കുന്നു. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിന് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് മറ്റൊരു സത്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുകയാണ്. അല്ലാതെ അതുകൊണ്ട് ഇസ്രായേലിന് വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഇസ്രായേൽ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ യുദ്ധം ലാഭം കൊയ്യാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാം എന്ന് കരുതിയ ട്രംപിന് വലിയ നാശനഷ്ടം അല്ലാതെ ഒന്നും തന്നെ ഈ യുദ്ധത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക പരാജയം സംഭവിച്ചിരിക്കുകയാണ്. സ്വന്തം മാധ്യമങ്ങൾ പോലും ഇത്രയും നിലപാടില്ലാത്ത ഒരു പ്രസിഡന്റ്, ഈ പ്രസിഡന്റാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്, അദ്ദേഹത്തെ പറ്റി പരിഹസിച്ചുകൊണ്ട് എന്നാൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന് വരുന്നത്. അത്രയേറെ ആ ഒരു രാജ്യത്തെ ഈ പറയുന്ന ട്രംപ് നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു സാമ്പത്തിക നാശനഷ്ടം ഉണ്ടാകുന്നത്, 1000 കാലിയാകുന്നത്, ഒരു അധികാരവും അല്ലെങ്കിൽ ആക്രാന്തം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അത് എനിക്ക് വേണം എന്നുള്ള രീതിയിലേക്ക്. ഈ ഹോർമസ് ഇറാന്റെ വജ്രായുധമാണെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്ക യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഈ ഹോർമസിലല്ലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. പിന്നെ ഈ യുദ്ധം ഘട്ടഘട്ടമായിട്ട് മാറുന്ന സമയത്ത് ഈ ഹോർമസ് അടച്ചപ്പോഴാണ് ഹോർമസിന്റെ വില എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കിയത്. അതുവരെ യുറേനിയം സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ അത് ഞങ്ങൾ നശിപ്പിക്കും, ഞങ്ങൾ അവിടെ എണ്ണപ്പാടങ്ങള് അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളല്ല, സാമ്പത്തികമായിട്ട് ഞങ്ങൾ അവിടെ പിടിച്ചെടുക്കും, ഈ എണ്ണ ഒഴുക്കുന്നത് ഞങ്ങളുടെ വരുതിയാക്കും എന്നുള്ളൊരു നീക്കത്തിലേക്ക് പോയെങ്കിലും ഹോർമസ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ആ ടൈമിൽ അമേരിക്ക മുതിർന്നിരുന്നില്ല. പിന്നെ ഘട്ടഘട്ടമായിട്ടാണ് ഈ ഹോർമസ് പിടിച്ചെടുക്കാനാണ് അമേരിക്ക ഈ വഴി നടത്തിയത് എന്ന് മനസ്സിലായി. അവിടെയാണ് ഇറാന്റെ ഒരു മേൽക്കൈ വന്നത്. ഇറാൻ എന്തൊക്കെ ചെയ്താലും, ഇപ്പൊ അയത്തുള്ള അലി ഖാംനി കൊല്ലപ്പെട്ടു, സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു, അങ്ങനെ ഒരുപാട് പേര് കൊല്ലപ്പെടുന്ന സമയത്തും ഈ ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ യുദ്ധം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ഇത് ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറയുന്ന ഒരു ഇറാനെയാണ് കാണുന്നത്. ഇനി അവിടുത്തെ ജനതയും ഒറ്റക്കെട്ടായിട്ട് ഈ യുദ്ധത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഖത്തർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നെഗോസിയേഷൻ, അങ്ങനെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതായത് നിങ്ങളുടെ 2 പൈലറ്റുമാർ ഞങ്ങളുടെ മക്കളുണ്ട്, നിങ്ങൾ വേഗം അമേരിക്കയായിട്ട് ഒരു ധാരണാ പത്രം അല്ലെങ്കിൽ ഒരു സമാധാന കരാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈലറ്റുമാരെ ഞങ്ങൾ വിട്ടയക്കാം എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ആരോടാണ്? മരണം മുഖം ഞങ്ങൾ ഏത് നിമിഷം മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന വ്യക്തികളോട് വന്നിട്ട് പറയണം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്ന്. അവരത് കേൾക്കും? അവരൊരിക്കലും കേൾക്കത്തില്ല. അങ്ങനെ മരിക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും ഈ അയത്തുള്ള അലി ഖാംനി ഈ സമാധാന കരാർ നടക്കുന്ന സമയത്ത് അവിടെ നിൽക്കില്ലായിരുന്നു. ഈ സമാധാന കരാർ നടക്കുന്ന സമയത്ത് അവർക്ക് അറിയാം തങ്ങൾ കൊല്ലപ്പെടും, ഒരു ആക്രമണം സംഭവിക്കും എന്നുള്ളത് അറിയാം എന്നുള്ള സംഭവം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ചർച്ചയ്ക്ക് ഇരുന്നത്. കാരണം അവർ അത്രയും സത്യസന്ധരാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ ഇറാനെ പറയേണ്ടി വരും. കാരണം ഈ യുദ്ധം തുടങ്ങി ഫെബ്രുവരി 28 തുടങ്ങി 7 മാസം പിന്നിടുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇനി അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് അടിച്ചാലേ ഞങ്ങൾ അങ്ങോട്ട് അടിക്കും. അത് അനാവശ്യം. ഒന്ന് ആലോചിക്കുക, തൻസീനെന്ന് ആലോചിക്കുക. ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ സ്കൂളില് ബോംബിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊല്ലുകയാണ്. അതിന് പകരം ആ ടൈമിൽ ഒന്നും പകരം ചോദിച്ചില്ല, അവരുടെ പരമോന്നത നേതാവിനെ കൊന്നു. അങ്ങനെ വീണ്ടും ഈ യുദ്ധം തുടരെ അവരെ തളർത്താൻ നോക്കിയപ്പോ അവരതിനെ പ്രതിരോധിക്കാൻ തുടങ്ങി. ഇപ്പൊ പറയുന്നുണ്ട് ഇനി പ്രതിരോധമല്ല ആക്രമണമാണ് എന്നുള്ളത്. ഇത് ഇറാന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയും നിലപാടും അവരുടെ പോരാട്ട വീര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ലോക രാജ്യങ്ങളുടെ മുന്നിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു ശക്തി, വലിയ രീതിയിൽ ഏറ്റവും ശക്തമായ സൈന്യം ഞങ്ങൾക്കാണ്, സൂപ്പർ പവറാണ് എന്നൊക്കെ പറഞ്ഞ അമേരിക്ക ഇപ്പൊ തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഒന്നുമല്ലാതെ ആ മുഖംമൂടി അങ്ങ് അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇപ്പോ സാമ്പത്തിക പ്രതിസന്ധി നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഇത്രയും കടം അവർക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് മാറിക്കേറുന്നു. ട്രംപ് എന്നും സ്ഥിരമായി പോകുന്ന എയർക്രാഫ്റ്റ് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മാറിക്കേറുന്നു. എന്നിട്ട് അതിൽ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ഇതിൽ പോകുന്നു. സ്വന്തം രാജ്യത്തെ ആളുകളുടെ ജീവൻ വെച്ചാണ് ട്രംപ് ഈ കളിക്കുന്നതെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തുള്ള ആളുകൾ വരെ
ഇപ്പൊ ട്രംപിനെതിരാണ്. ഏകദേശം കണക്കുകൾ പറയുന്ന 64 to 80% ആളുകൾ ഇപ്പൊ ട്രംപിന് അവിടെ തന്നെ എതിരാണ്. കാരണം അവരെ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. അവരുടെ സുരക്ഷ, ബാക്കി കാര്യങ്ങളെല്ലാം ആ രാജ്യത്തിനെ അങ്ങ് ഇല്ലാതാക്കി. മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല അമേരിക്ക എന്നുള്ളത് ഇപ്പൊ നിൽക്കുകയാണ്. ഇറാൻ അത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ആദ്യമേ 30% ട്രംപിനെ എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു. അത് അവരുടെ പാർട്ടിയുടെയും അല്ലാതെ പക്ഷെ അത് പിന്നീട് കൂടി കൂടി വന്നു. ഇപ്പൊ 64. ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 60 ഇപ്പൊ 64. അപ്പം ഈ ഒരു യുദ്ധം അനാവശ്യമായിരുന്നു എന്നുള്ളത് ഭൂരിഭാഗം പേരും വിശ്വസിച്ചു തുടങ്ങി. ട്രംപിന്റെ അഹങ്കാരമായിരുന്നു എന്നുള്ളത് സ്വന്തം ജനത മനസ്സിലാക്കി. തെരുവിലിറങ്ങി പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ യുദ്ധം കൊണ്ട് ആ മനുഷ്യർക്ക് എന്ത് ലാഭമാണ് ഉണ്ടായത്? നഷ്ടമല്ലേ? ക്രൂഡ് ഓയിൽ വില കൂടിയത് കൊണ്ട് തന്നെ അവരുടെ ജനജീവിതം വലിയ രീതിയിൽ തന്നെ ദുസ്സഹമാകുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യും? പട്ടിണിയിലേക്ക് പോകേണ്ടി വരും. ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ വില കൂടുകയാണ്, പെട്രോൾ വില കൂടുകയാണ്. മൊത്തത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ സാധാരണ ജനങ്ങളാ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പ്രസിഡന്റിനെ എങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഈ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ടാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്തിനേറെ പറയുന്നത്, കഴിഞ്ഞ ദിവസം വന്ന CNN വന്നൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസമല്ല, 2-3 ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു. അവിടെ ഈ സൈനികരെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. സൈനികരല്ല, നാവികരെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഈ നാവികർ എവിടെയാണ്? ഈ USS അബ്രഹാം എന്ന് പറയുന്ന വലിയ കൂറ്റൻ പടക്കപ്പലില് കടലിൽ കിടക്കുകയാണ്. ആ കടലിൽ ഒരു കപ്പൽ കടക്കണമെങ്കിൽ ഇത്ര സമയപരിധിയെ പാടുള്ളൂ. അതിൽ ഇരട്ടി സമയപരിധി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവർക്ക് കഴിക്കാൻ ഫുഡില്ല, കുടിക്കാൻ വെള്ളമില്ല, രോഗം പടർന്നു പിടിക്കുകയാണ്, മെഡിസിൻ ഇല്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. പരസ്പരം തല്ലുകൂടി 7 മരണം ആ കപ്പലിനകത്ത് സംഭവിച്ചിരിക്കുകയാണ്. അത് അവര് പുറത്തുവിട്ട വാർത്തകൾ മാത്രമാണ്. അതായത് ഈ പറയുന്ന അമേരിക്ക ഇത് പുറത്തുവിട്ടിട്ടും ഇല്ല, സ്ഥിരീകരിച്ചിട്ടും ഇല്ല. ഇനി അവര് പുറത്തുവിടാത്ത എന്തോരം ആളുകളുടെ മരണവും റിപ്പോർട്ടും പരിക്കുകളും നാശനഷ്ടങ്ങളും ഉണ്ടെന്നുള്ളത് ഇത് നോക്കി കാണേണ്ടതുണ്ട്. പക്ഷെ എങ്കിൽ പോലും അല്ലാതെ പുറത്തുവിട്ട ഒരു കണക്ക് മാത്രമാണിത്. അപ്പം ഈ ആളുകളെ നോക്കിയിരിക്കുന്ന കുടുംബക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അവരവരുടെ മക്കളെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും. ഇവർക്ക് കുടുംബമായിട്ട് ബന്ധപ്പെടാൻ പറ്റാതെ ഇവര് മാനസികമായിട്ട് തകർന്നു പോവുകയാണ്. ഒരുപാട് പേര് അതിൽ 5000 പേരാണ് ആ കപ്പലിനകത്തുള്ളത്. ഈ 5000 പേര് എങ്ങനെ തിന്നു കുടിച്ച് ജീവിച്ചു പോകുന്നു എന്നുള്ള കാര്യം ഒന്നും ട്രംപിന് ആലോചിക്കണ്ട. അവിടെയാണ് സ്വാർത്ഥ കാര്യം എന്ന് പറഞ്ഞത്. രണ്ടാമത് പൈലറ്റ് അല്ല, വിമാനം മാറി കയറുന്നു. വിമാനം മാറി കയറുന്ന സമയത്ത് അതീവ രഹസ്യമായിട്ട് മാറുകയാണ്. അപ്പൊ അറിയാം ആ വിമാനം തകർക്കപ്പെടും. ഇറാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ആ ടാർഗറ്റ് ചെയ്ത വിമാനത്തിൽ കുറച്ച് ഉദ്യോഗസ്ഥരെ മാധ്യമ പ്രവർത്തകരെ കയറ്റി വിടുകയാണ്. അവർ ഏത് നിമിഷം മരിക്കാം. അവരുടെ ജീവന് ഒരു വിലയില്ല. പിന്നെ യാത്ര ചെയ്യാതിരുന്നാൽ പോലെ. അതായത് ട്രംപ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഭരണം നടത്തുന്നത്, ഇതെല്ലാം പിടിച്ചെടുക്കാൻ നോക്കുന്നത്. അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. മാത്രമല്ല ഈ യുദ്ധത്തിൽ ട്രംപ് ഒന്നും പറയാനില്ല, പൂർണ്ണമായിട്ടും തോറ്റു. അമേരിക്കൻ ചരിത്രത്തില് ഇത്രയും വലിയ കടം, നാശനഷ്ടം, നാണക്കേട് ഇതൊന്നും വരുത്തി വെച്ചിട്ടുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടായി കാണത്തില്ല എന്ന് സ്വന്തം ജനങ്ങളും മാധ്യമങ്ങളും പറയുകയാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും തോന്നി തുടങ്ങി. ഇറാന്റെ വലിയ പ്രതിരോധ ശേഷി പശ്ചിമേഷ്യയിൽ കാണാൻ തുടങ്ങി. ലോകത്തെ വിറപ്പിക്കും, ഇപ്പൊ ഞങ്ങൾ എല്ലാം വിഴുങ്ങും, ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ പിടികൂടും, ഇപ്പൊ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ട്രംപിന്റെ വാക്കുകളൊന്നും ഇനി ആരും കേൾക്കാൻ പോകുന്നില്ല. സൗദിയും ഈ അറബ് ലോകം മൊത്തത്തിൽ ഇപ്പം അമേരിക്ക പറയുന്ന എല്ലാത്തിനും ഒന്നും കൂടെ നിൽക്കാതെ ഇരിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം നേരത്തെ ഇവർക്ക് ഭയമാണ്. ഈ ഒമാനെ പോലും ഇപ്പൊ ഭീഷണിപ്പെടുത്തിയതാണ്. ഇത് ഒമാനും ഇറാനും കൂടി ചേർന്ന് ഹോർമുസ് ഇങ്ങനെ പകുതി എടുക്കാം, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നവരുടെ ടോള് നിങ്ങൾ എടുക്കും, ഇങ്ങോട്ട് പോകുന്നവരുടെ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് ഈ 2 രാജ്യങ്ങൾ നിൽക്കുന്ന സമയത്താണ് ദശാബ്ദങ്ങളായിട്ട് സഖ്യകക്ഷിയായി നിന്ന ഒമാനെ അവർ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഒരു നെറികെട്ട പരിപാടിയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമില്ല. ഇന്ന് വന്ന് രാവിലെ ഒന്ന് പറയും, മറ്റന്നാൾ വേറൊന്ന് പറയും. അങ്ങനെ ഒരു നിലപാടില്ലാത്ത ഒരു നെറികെട്ട രീതിയിലുള്ള ഒരു ഭരണം അല്ലെങ്കിൽ രീതിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ പറയുന്ന യുദ്ധം പോലും അതിന്റെ ഒരു ഭാഗമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ വേറൊന്നുമില്ല, അമേരിക്ക പൂർണ്ണമായിട്ടും തോറ്റു എന്നുള്ളത് സമ്മതിക്കാൻ പാടായതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാന്ന് ട്രംപ് പറയുന്നത്. അതാകുമ്പോൾ വരുത്തി തീർക്കാലോ, ഞാനാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത്, ഇറാൻ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ളൊരു സംഭവം വരുത്തി തീർക്കാറ്. പക്ഷെ ലോകത്തുള്ള എല്ലാവരും മനസ്സിലാക്കിയിട്ടും ട്രംപിനത് ആ കാര്യം സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും മനസ്സിലാക്കിയിട്ടും ട്രംപിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ട്രംപിന്റെ മാനസിക നില തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം.